സോ സ്റ്റുഡൻസ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഒരു സപ്ലിമെന്ററി ടോപ്പിക് അല്ലെങ്കിൽ ഒരു അപ്പൻഡിക്സ് എന്ന നിലയ്ക്ക് വരുന്ന കുറച്ച് ഡെഫിനിഷൻസ് ആണ്. 3 ഡെഫിനിഷൻസ് ആണ്. അത് വെച്ചിട്ടുള്ള 4 ചെറിയ പ്രോബ്ലംസ് ആണ്. ഇതിന്റെ ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ഡെഫിനിഷനും കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബ്ലംസ് ധാരാളം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും മറ്റ് ഗൈഡുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇതേപോലത്തെ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ലെങ്തി പ്രോബ്ലംസ് ആയിരിക്കും. പ്രോബ്ലത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ വഴിക്കണക്കുകൾ പോലെ വലിയ സെന്റൻസുകളുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ചെയ്തു വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് ഈ 3 ഡെഫിനിഷൻസും 2-3 പ്രോബ്ലംസും മാത്രമാണ് പറയുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ ബുക്കുകൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറുകളോ ഒക്കെ നോക്കിയിട്ട് സ്വയം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്സിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് വരികയാണ്. ഡെറിവേറ്റീവ്സിന്റെ ഒരു സപ്ലിമെന്ററി പോർഷൻ ആയിട്ട് വരുന്ന ചെറിയ 2-3 ലീനിയറൈസേഷൻ ഡിഫറൻഷ്യൽസ് പറഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. ഷോർട്ട് ആൻസർ ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള പ്രോബ്ലംസ് വരുന്ന ഒരു കുറച്ച് ഡെഫിനിഷൻസും കുറച്ച് പ്രോബ്ലംസുമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഇതാണ്. സപ്പോസ് y ഈക്വൽ എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ ആണ്. ആൻഡ് വി മൂവ് ഫ്രം എക്സ് നോട്ട് ടു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അതായത് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാനൊന്ന് മാറുകയാണ്. എക്സ് നോട്ട് പ്ലസ് ഡി എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ടിൽ നിന്ന് ചെറുതായിട്ടൊന്ന് നീങ്ങുകയാണ്. അപ്പൊ എക്സ് നോട്ടിൽ ചെറുതായിട്ട് നീക്കം അല്ലെങ്കിൽ മാറ്റം സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് വൈ അല്ലെങ്കിൽ എഫില് മാറ്റം സംഭവിക്കും. 3 തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ സാധാരണ നിലയ്ക്ക് പറയാറ്. ഒന്ന് അബ്സല്യൂട്ട് ചേഞ്ച്, ഒന്ന് റിലേറ്റീവ് ചേഞ്ച്, ഒന്ന് പെർസെൻറ്റേജ് ചേഞ്ച്. ഈ 3 തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അതായത് എക്സിൽ നിന്ന് എക്സ് നോട്ടിൽ നിന്ന് എക്സ് നോട്ട് പ്ലസ് ഡി എക്സ് ചെറുതായിട്ടൊന്ന് എക്സ് മാറുമ്പോൾ നീങ്ങുമ്പോൾ വൈന് അല്ലെങ്കിൽ എഫിന് വരുന്ന ചേഞ്ചുകളെ 3 ആയിട്ട് ഭാഗിക്കാം. 3 തരം ചേഞ്ചുകൾ പറയുന്നതാണ് ഈ 3. അബ്സല്യൂട്ട് ചേഞ്ച്, റിലേറ്റീവ് ചേഞ്ച്, പെർസെൻറ്റേജ് ചേഞ്ച്. Now absolute change എന്ന് പറഞ്ഞാൽ അതിനെ df എന്നാണ് ഡിനോട്ട് ചെയ്യുക. And its formula is df equal to f dash of x naught into dx. അപ്പോൾ ഈ x naught എന്ന് പറയുന്ന ഒറിജിനൽ പോയിന്റ് എവിടെയാണ്? x naught എന്ന് പറയുന്ന ഒറിജിനൽ പോയിന്റ് ആണ്. അതിൽ നിന്നാണ് നമ്മൾ മാറുന്നത്. ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് x naught ആണ്. അപ്പോൾ df എന്ന് പറഞ്ഞാൽ df അല്ലെങ്കിൽ dy എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. df or dy. This is also denoted as dy. This is dy. dy എന്നും പറയാറുണ്ട്. അപ്പോൾ df equal to f dash of x, f of x തന്നിട്ടുള്ളതാണ്. അപ്പോൾ f dash of x naught into dx. dx എന്ന് പറയുന്നത് x naught plus dx ആ dx ആണ്. x naught ൽ വരുന്ന ചെറിയ ചേഞ്ച് അതാണ് ഈ dx. അതാണ് നമ്മുടെ അബ്സല്യൂട്ട് ചേഞ്ചിന്റെ ഫോർമുല. Now relative change അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ df by f of x naught. df by f of x naught എന്നുള്ളതാണ് റിലേറ്റീവ് ചേഞ്ച് എത്ര എന്നുള്ളതിന്റെ ഫോർമുല. പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ df by f of x naught into 100. അപ്പോൾ അബ്സല്യൂട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ f dash of x naught into dx. റിലേറ്റീവ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ df by f of x naught where df is the absolute change. df by f of x naught അത് റിലേറ്റീവ് ചേഞ്ച് ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ df by f of x naught into 100. ഈ 3 ഫോർമുലകൾ വെച്ചുള്ള 2-3 പ്രോബ്ലംസ് ആണ്. 3 ഞാൻ ചെയ്യുന്നുണ്ടാവില്ല, എങ്കിലും 2-3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ ഹയർ ഡെറിവേറ്റീവ്സിന്റെ പ്യൂർ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള മാക്സിമം ഇനിമേലിക്കൊക്കെയാണ് പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ഒരു അപ്പൻഡിക്സ് എന്ന നിലയ്ക്ക് പറയുന്നതാണ്. Now ആദ്യത്തെ പ്രോബ്ലം നോക്കാം നമുക്ക്. സപ്പോസ് y equal to 2x cube minus x plus 1. ഇതാണ് നമുക്ക് ഈ തന്നിട്ടുള്ള y എന്ന് പറയുന്ന ഫംഗ്ഷൻ. y എന്ന് പറയുന്ന y equal f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ 2x cube minus x plus 1. Find delta x, delta y and dy if x changes from 3 to 3.01. അതാദ്യത്തെ. പിന്നെ if x changes from 3 to 2.98 അത് രണ്ടാമത്തെയാണ്. അപ്പോൾ ആദ്യത്തെ നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ 2x cube minus x plus 1 ആണ്. നമുക്ക് delta x, delta y, dy എന്ന് പറഞ്ഞാൽ ഈ df ഇതാണ് ഉദ്ദേശിക്കുന്നത്. dy ഇതാണ്. ഈ 3 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ കേസ് പറഞ്ഞാൽ x changes from 3 to 3.01. 3ൽ നിന്ന് 3.01ലേക്കാണ് x മാറുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വാല്യൂ ഓഫ് എക്സ് മൈനസ് ഇനീഷ്യൽ വാല്യൂ ഓഫ് എക്സ്. അതായത് dxl ഡെൽറ്റ എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ dx ഈക്വൽ ടു 3.01 മൈനസ് 3 ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ അതാണ് ചേഞ്ച്. 3.01 മൈനസ് 3 ഈക്വൽ ടു 0.01. ഇതാണ് ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ dx എന്ന് പറയുന്നത്. Now ഡെൽറ്റ y എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വൈയിൽ ഉണ്ടാവുന്ന ചെറിയ ചേഞ്ച് ആണ്. വൈയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എപ്പോഴാണ് വൈ ചേഞ്ച് ചെയ്യുന്നത്? എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലേക്ക് വരുമ്പോഴാണ്. എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലേക്ക് വരുമ്പോൾ വൈ പ്ലസ് ഡെൽറ്റ വൈയിലേക്ക് വരും. അപ്പൊ ആ ഡെൽറ്റ വൈ എന്ന് പറയുന്നതാണ് നമ്മുടെ ചേഞ്ച് ഇൻ വൈ. ഡെൽറ്റ വൈ എന്നുള്ളത് ആ ഡെൽറ്റ വൈ ആണ്. അപ്പോൾ ഡെൽറ്റ വൈയുടെ ഫോർമുല ഇതാണ്, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് ഫൈനൽ വാല്യൂ ഓഫ് വൈ, അതായത് ഫൈനൽ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഇനീഷ്യൽ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്. ഇവിടുത്തെ പോലെ തന്നെയാണ് ഇവിടെ ഫൈനൽ വാല്യൂ ഓഫ് എക്സ് മൈനസ് ഇനീഷ്യൽ വാല്യൂ ഓഫ് എക്സ് ആയിരുന്നു. ഇവിടെ ഫൈനൽ വാല്യൂ ഓഫ് വൈ മൈനസ് ഇനീഷ്യൽ വാല്യൂ ഓഫ് വൈ. ഫൈനൽ വാല്യൂ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലേക്ക് ആകുമ്പോൾ ഉള്ള വാല്യൂ, അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഇനീഷ്യൽ വാല്യൂ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പറയുന്നത് 3.01 ആണ്. 3ൽ നിന്ന് 3.01ലേക്കാണ് മാറുന്നത്. അപ്പോൾ എഫ് ഓഫ് 3.01 മൈനസ് എഫ് ഓഫ് 3, അതാണ് നമ്മുടെ ഡെൽറ്റ വൈ ആയിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക, കാൽക്കുലേറ്റർ വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. എഫ് ഓഫ് 3.01, ഈ 3.01 എന്ന് പറയുന്നത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് 3.01 കിട്ടും. 3 എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് 3 കിട്ടും. അപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് 3.01 മൈനസ് എഫ് ഓഫ് 3 ഈക്വൽ ടു 0.532. കാൽക്കുലേറ്റ് നോക്കാവുന്നതാണ്. സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. 2 into 3.01 whole cube minus 3.01 plus 1 മൈനസ് ആ രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ്. എഫ് ഓഫ് 3.01 എഫ് ഓഫ് 3 അപ്പോൾ 0.532 ആണ് കിട്ടുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0.01 ആണ്, ചേഞ്ച് ഇൻ എക്സ്. ഡെൽറ്റ വൈ ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്നത് 0.532 ആണ്. എക്സ് ഇത്രയും മാറുമ്പോൾ വൈ ഇത്രയാണ് മാറുന്നത്. Now dy എന്ന് പറഞ്ഞാൽ absolute change എന്ന് പറയുന്ന കാര്യം എന്താണ്? ഈ ഡെഫിനിഷൻ പ്രകാരം absolute change എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ df അല്ലെങ്കിൽ df equal to f dash of x naught into dx. f dash of x naught into dx എന്നുള്ളത്. അപ്പോൾ dy equal to f dash of x into dx. x naught ആണ്, f dash of x naught എന്ന് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഇനീഷ്യൽ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ f dash of x naught into dx എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ പോയിന്റ് 3 ആണ്. 3ൽ നിന്നാണ് 3.01ലേക്ക് വരുന്നത്. അപ്പം f dash of x naught into dx, dy df രണ്ടും സെയിം തന്നെയാണ്. dy അതായത് absolute change is f dash of x naught into dx. f dash of x naught എന്ന് പറയുമ്പോൾ f dash of 3 ആണ്. x naught is 3, ഇനീഷ്യൽ വാല്യൂ 3 ആണ് x ന്റെ. f dash of 3 into dx എന്ന് പറഞ്ഞാൽ x ൽ ഉണ്ടാവുന്ന ചെറിയ ചേഞ്ച് ആണ്, that is delta x. dx is ഈ dy യും ഡെൽറ്റ വൈ തമ്മിൽ അങ്ങോട്ട് മാറുന്നത്. ഈ dy കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് absolute change ആണ്. ഈ ഡെൽറ്റ വൈ ഉദ്ദേശിച്ചത് വൈയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. ദിസ് ഇസ് അബ്സല്യൂട്ട് നൊട്ടേഷൻ മാറണ്ട. നൗ ഹിയർ പക്ഷേ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് തന്നെയാണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 3, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ഡി എക്സ്, എഫ് ഡാഷ് ഓഫ് 3 ഇൻറ്റു ഡെൽറ്റ എക്സ്. എഫ് ഡാഷ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 53 ആണ് കിട്ടുക. എഫ് ഡാഷ് ഓഫ് 3, എഫ് ഡാഷ് ഓഫ് എക്സ് 6x square minus 1, 6x square minus 1. എഫ് ഡാഷ് ഓഫ് 3 is 6 into 9 minus 1, that is 53. 6 into 9 minus 1, that is 53. അപ്പോൾ f dash of 3 എന്ന് പറയുന്നത് 53 ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0.01 ആണ്. ഡെൽറ്റ എക്സ് is 0.01. അപ്പോൾ dy എന്ന് പറഞ്ഞാൽ 53 into 0.01, f dash of x naught into dx, f dash of x naught into dx, f dash of 3 into delta x, that is 53 into 0.01, that is 0.53. അപ്പോൾ ഇവിടെ dy എന്ന് പറയുന്നത് 0.53 ആണ്. So that is our first problem. ഇതേപോലെ തന്നെ ഇതിലത്തെ രണ്ടാമത്തെ നോക്കാം. എക്സ്ചേഞ്ചസ് ഫ്രം 3 to 2.98. ഇവിടെയും ഫംഗ്ഷൻ വ്യത്യാസമൊന്നുമില്ല, എഫ് ഡാഷും വ്യത്യാസമില്ല. എഫ് എക്സ് ഇസ് 2x cube minus x plus 1, എഫ് ഡാഷ് എക്സ് ഇസ് 6x square minus 1. ഇതിൽ നിന്ന് അതേപോലെ കിട്ടുന്നതാണ്. Now എക്സ്ചേഞ്ചസ് ഫ്രം 3 to 2.98. എക്സിൽ 3ൽ നിന്ന് 2.98 കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ വാല്യൂ ഓഫ് എക്സ് മൈനസ് ഇനീഷ്യൽ വാല്യൂ ഓഫ് എക്സ് ആണ്. അപ്പം ഡെൽറ്റ എക്സ് ഈക്വൽ ടു 2.98 minus 3. 2.98 minus 3 equal to minus 0.02. അവിടെ കുറയുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് മൈനസ് വന്നത്. അപ്പോൾ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 2.98 minus 3 equal to minus 0.02. അപ്പോൾ ആദ്യത്തെ ആൻസർ ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് മൈനസ് 0.02 ആണ്. അപ്പം ഫൈനൽ പോയിന്റ് ആണ് ഈ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് 2.98 മൈനസ് എഫ് ഓഫ് എക്സ് ഇനീഷ്യൽ പോയിന്റ് ആണ്, എഫ് ഓഫ് 3. ഫംഗ്ഷണൽ വാല്യൂ അറ്റ് ദ ഫൈനൽ പോയിന്റ് മൈനസ് ഫംഗ്ഷണൽ വാല്യൂ അറ്റ് ദ ഇനീഷ്യൽ പോയിന്റ്, എഫ് ഓഫ് 2.98 മൈനസ് എഫ് ഓഫ് 3. ഇതും ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചത് ലെങ്തി ആയി പോകും, അത് നമുക്ക് എഴുതാൻ സാധിക്കില്ല, ഈ സ്പേസ് മതിയാവില്ല. ഞാൻ ജസ്റ്റ് മാനുവലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ ബോർഡിൽ ആൻസർ മാത്രം ഇവിടെ എഴുതാണ്. എഫ് ഓഫ് 2.98 മൈനസ് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് മൈനസ് 1.05 ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ വൈ ഈസ് മൈനസ് 1.05.
Now ഇതേപോലെ തന്നെ dy എന്താണ്? dy എന്ന് പറഞ്ഞാൽ df f dash of x naught into dx. dy equal to f dash of x naught into dx. ഇവിടെ x naught. f dash of x naught എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റ് ആണ്. അപ്പോൾ dy equal f dash of x naught into dx എന്ന് പറയുമ്പോൾ f ഇനീഷ്യൽ പോയിന്റ് 3 ആണ്. 3 ൽ നിന്നാണ് 2.98ലേക്ക് ആവുന്നത്. അപ്പം f dash of 3 into delta x. That is f dash of 3 into minus 0.02. f dash of 3 into minus 0.02 കാരണം ഡെൽറ്റ എക്സ് നെഗറ്റീവ് ആണ്, മൈനസ് 0.02 ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 3 ഇൻറ്റു മൈനസ് 0.02. അഗെയിൻ എഫ് ഡാഷ് ഓഫ് 3 നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ് 53 ആണ്. എഫ് ഡാഷ് ഓഫ് 3 എഫ് ഡാഷ് 6x² - 1 ആണ്. എഫ് ഡാഷ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 53 ആണ്. 53 ഇൻറ്റു മൈനസ് 0.02 ദാറ്റ് ഈസ് മൈനസ് 1.06. അപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറയുന്ന ആ ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്നത് മൈനസ് 1.05ഉം അബ്സല്യൂട്ട് ചേഞ്ച് എന്ന് പറയുന്നത് മൈനസ് 1. വലിയ വ്യത്യാസമൊന്നുമില്ല, മൈനസ് 1.06ഉമാണ്. ഇവിടുത്തെ അതുപോലെ തന്നെയാണ് ഇവിടെ ഡെൽറ്റ വൈ ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്നത് 0.532 ആണ്. അബ്സല്യൂട്ട് ചേഞ്ച് എന്ന് പറയുന്നത് ഡി വൈ എന്ന് പറയുന്നത് 0.53 ആണ്. ദർ ഇസ് നോട്ട് മച്ച് ഡിഫറൻസ്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ്. ഇവിടെ ആകെയുള്ള വ്യത്യാസം വന്നിട്ടുള്ള ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, കാരണം 3ൽ നിന്ന് കൂടുകയാണ് ചെയ്യേണ്ടത് 3.01ലേക്ക്. ഇവിടെ 3ൽ നിന്ന് കുറയുകയാണ് ചെയ്യുന്നത് 2.98ലേക്ക്. അപ്പോൾ നെഗറ്റീവ് ആയിട്ട് മൈനസ് 0.02 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ചേഞ്ച് എന്താണ്, രണ്ട് പ്രോബ്ലത്തിലും അബ്സല്യൂട്ട് ചേഞ്ച് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. Now come to the next problem. The radius of a circle is increased from 2 centimeters to 2.02 centimeters. Find the resulting change in its area. Express the above change as a percentage of circle's original area. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം കണ്ടുപിടിക്കേണ്ടത് റിസൾട്ടിംഗ് ചേഞ്ച്, അതായത് അബ്സല്യൂട്ട് ചേഞ്ച് എന്താണ്. രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് ചേഞ്ച് എന്താണ്. ഇത് രണ്ടുമാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഫൈൻഡ് ദ റിസൾട്ടിംഗ് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഏരിയ. അബ്സല്യൂട്ട് ചേഞ്ച് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫൈൻഡ് ദ എക്സ്പ്രസ് എബോവ് ചേഞ്ച് ആസ് പെർസെൻറ്റേജ്, അവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെയും മൂന്നാമത്തെയും ഫോർമുലയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുന്നത് റേഡിയസ് ഓഫ് സർക്കിൾ ഇസ് ഇൻക്രീസ് ഫ്രം 2 centimeters to 2.02 centimeters. ഫൈൻഡ് ദ റിസൾട്ടിംഗ് ചേഞ്ച് ഇൻ ഏരിയ. അപ്പോൾ ഏരിയ ഓഫ് എ സർക്കിൾ നമുക്ക് അവിടെ ഫംഗ്ഷൻ കിട്ടണം, എന്നാലേ ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അവിടെ ഏരിയയെ കുറിച്ചാണ് നമ്മൾ, ഏരിയയിലുള്ള ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വി നോ ദാറ്റ് ഏരിയ ഓഫ് എ സർക്കിൾ ഇസ് എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. പെരിമീറ്റർ 2πr-ഉം ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയറുമാണ്. അപ്പോൾ നമുക്ക് ഏരിയയിലുള്ള ചേഞ്ച് ആണ് കണ്ടുപിടിക്കുന്നത്, സർക്കിൾ ആണ്. അപ്പോൾ ഏരിയ എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, വേർ ആർ ഇസ് ദ റേഡിയസ്. അവിടെ തന്നെ ഞാൻ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ്. എ ഡാഷ് ഈക്വൽ ടു 2πr, dA/dr, ദാറ്റ് ഈസ് എ ഡാഷ് ഈക്വൽ ടു 2πr. നമ്മൾ ആദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ റിസൾട്ടിംഗ് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഏരിയ, അതായത് ആർ ചേഞ്ചസ് ഫ്രം 2 to 2.02. അപ്പോൾ dr ചേഞ്ച് ഇൻ ദ റേഡിയസ് ഇസ് 0.02. അങ്ങനെ വരുമ്പോൾ ഏരിയയിലുള്ള ചേഞ്ച് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർ 2ൽ നിന്ന് 2.02ലേക്ക് ആകുന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയയിൽ വരുന്ന അബ്സല്യൂട്ട് ചേഞ്ച് എത്രയാണ്? നമ്മുടെ ഫോർമുല പ്രകാരം ഏരിയയിൽ വരുന്ന ചേഞ്ച് അബ്സല്യൂട്ട് ചേഞ്ച് നമ്മൾ df ആണ്. df ഈക്വൽ ടു f ഡാഷ് ഓഫ് x naught into dx. അപ്പോൾ dA ഈക്വൽ ടു a dash of r naught into dr. dA സ്മോൾ ചേഞ്ച് ഇൻ ഏരിയ ഇസ് a dash of r naught into dr. dr എന്ന് പറഞ്ഞാൽ r ൽ വരുന്ന ചെറിയ ചേഞ്ച് ആണ്. r is increased from 2 to 2.02 centimeters, that is dr എന്ന് പറയുന്നത് 0.02 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ചേഞ്ച് ആണ്. df equal f dash of x naught into dx എന്ന് പറയുന്ന പോലെ തന്നെ ചേഞ്ച് ഇൻ ഏരിയ is dA equal to a dash of r naught into dr. ഈ ഫോർമുല നേരിട്ട് ഇവിടെ അപ്ലൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഫസ്റ്റ് ഫോർമുല ഞാനിവിടെ അപ്ലൈ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. df equal to f dash of x naught into dx എന്ന് പറയുന്ന പോലെ തന്നെ dA equal to a dash of r naught into dr. f dash of x naught പകരം a dash of r naught. അപ്പോൾ dA equal to 2π into a dash of r naught. a dash എന്ന് 2πr ആണ്. a dash of r naught എന്ന് പറയുന്നത് 2ൽ നിന്നാണ് 2.02ലേക്ക് ആയത്. അപ്പോൾ r naught എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ dA equal to 2πr ന് പകരം 2π into 2 into dr. dr എന്ന് പറഞ്ഞാൽ 0.02 ആണ്. dA equal to 2π into 2 into 0.02 a dash r naught into dr. ഇതാണ് a dash r naught, ഇത് dr ആണ് 0.02. അപ്പോൾ dA equal to 2π into 2 into 0.02. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.08 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ the change in area when x changes from, അല്ലെങ്കിൽ radius changes from 2 to 2.02 is 0.08 പൈ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് df അല്ലെങ്കിൽ dA എന്ന് പറയുന്ന ചേഞ്ച് ഇൻ അബ്സല്യൂട്ട് ചേഞ്ച് ഇൻ ഏരിയ ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. നമുക്ക് ഒന്നുകൂടെ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച്.
അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് എന്താണെന്നുള്ള ഫോർമുല പറഞ്ഞിട്ടുള്ളതാണ് ഡി എഫ് ബൈ എഫ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് എന്നുള്ള ഇതാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ഡി എഫ് ബൈ എഫ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് ചേഞ്ച് വരുന്നത്. ഇവിടെ എഫിന് പകരം എ എന്ന് പറയുന്ന ഏരിയയുടെ ഫോർമുലയാണ്. അതായത് ഡി എ ബൈ എഫ് ഓഫ് എക്സ് നോട്ടിന് പകരം എ ഓഫ് ആർ നോട്ട്. ആർ നോട്ട് നമ്മുടെ ഒറിജിനൽ റേഡിയസ് ആണ്. അപ്പോൾ ഡി എഫ് ബൈ എഫ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു 100 എന്നുള്ളതിന് പകരം ഡി എ ബൈ എ ആർ നോട്ട് ഇൻറ്റു 100. ഡി എ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് 0.08 പൈ. എ ആർ നോട്ട് എന്ന് പറഞ്ഞാൽ എ ആർ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. എ ആർ നോട്ട് എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു 2 സ്ക്വയർ. എ ആർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. എ ഓഫ് ആർ നോട്ട് ഈക്വൽ ടു എ ഓഫ് 2 ഈക്വൽ ടു പൈ ഇൻറ്റു 2 സ്ക്വയർ. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇസ് ഡി എ ബൈ എ ആർ നോട്ട് ഇൻറ്റു 100, അതായത് 0.08 പൈ ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റു 100. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2, അതായത് 2% എന്നാണ് കിട്ടുക. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ 2 ആണ്. പെർസെൻറ്റേജ് ചേഞ്ചസ് 2. ഇത് അബ്സല്യൂട്ട് ചേഞ്ച് ആണ് 0.08. അപ്പം നേരിട്ട് ഈ ഫോർമുലകൾ അപ്ലൈ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അപ്പൻഡിക്സ് ആണ്, അല്ലെങ്കിൽ സപ്ലിമെന്ററി ടോപ്പിക് ആണ്. ഡെപ്തിലേക്ക് പോകാനുള്ള ഒരു വകുപ്പ് നമുക്കിപ്പോൾ ഇതിൽ കാണാനില്ല. ജസ്റ്റ് ഒരു സെക്ഷൻ, സിലബസിലുള്ള സെക്ഷൻ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഫോർമുല നേരിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തേല് ചേഞ്ച് ഇൻ ഏരിയ ഡി എ കണ്ടുപിടിച്ചു. രണ്ടാമത്തേല് പെർസെൻറ്റേജ് ചേഞ്ച്, ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിച്ചു. വേറെ യാതൊന്നും ചെയ്തിട്ടില്ല. സോ പെർസെൻറ്റേജ് ചേഞ്ചസ് 2% ചേഞ്ച് ആണ് ഏരിയയിൽ വരുന്നത്. ഇത് ഡി എന്ന് പറഞ്ഞാൽ ഏരിയയിൽ ശരിക്കും വരുന്ന അബ്സല്യൂട്ട് ചേഞ്ച് ആണ്. ഒരു പ്രോബ്ലം കൂടി ചേർത്ത് നമുക്ക് നിർത്താം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. ഫൈൻഡ് ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ ആൻഡ് ഡി വൈ ഇഫ് എക്സ് ചേഞ്ചസ് ഫ്രം 2 to 2.02. ഇതിന്റെ അതേപോലത്തെ ഒരു പ്രോബ്ലം ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള എളുപ്പമുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് പോകാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 2x. ഒബ്വിയസ് ആണ്. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1ഉം എഫ് ഡാഷ് എക്സ് 2x ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് ചേഞ്ചസ് ഫ്രം 2 to 2.02. എക്സ് 2ൽ നിന്ന് 2.02ലേക്കാണ് ആവുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2.02 മൈനസ് 2, ദാറ്റ് ഈസ് 0.02. Okay, but x changes from 2 to 2.02. So delta x, change in x is 0.02. Now delta y, ഇവിടുത്തെ പോലെ തന്നെയാണ്. delta y എന്ന് പറഞ്ഞാൽ final value of y minus initial value of y. Final value of y എന്ന് പറയുമ്പോൾ x plus delta x ഉള്ള y യുടെ വാല്യൂ, അതായത് f of x plus delta x minus f of x. f of x plus delta x എന്ന് പറയുന്നത് f of 2.02 ആണ്. x changes from 2 to 2.02. അപ്പോൾ f of 2.02 minus f of 2. അപ്പോൾ delta y equal f of 2.02 minus f of 2. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? എഫ് ഓഫ് 2.02 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2.02 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ പ്ലസ് 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.0804. അപ്പോൾ ഡെൽറ്റ വൈ ഈക്വൽ ടു 0.0804 എന്ന് കിട്ടുന്നു. നൗ അബ്സല്യൂട്ട് ചേഞ്ച് ഡി വൈ അല്ലെങ്കിൽ ഡി എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ഡി എക്സ് ആണ്. ഡി വൈ അല്ലെങ്കിൽ ഡി എഫ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ഡി എക്സ്. എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ വാല്യൂ ഓഫ് എക്സ് ആണ്, അതായത് 2 ആണ്. എഫ് ഡാഷ് ഓഫ് 2 ഇൻറ്റു 0.02. എഫ് ഡാഷ് ഓഫ് 2 ഇൻറ്റു 0.02 എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ 2 ഇൻറ്റു 2, എഫ് ഡാഷ് ഓഫ് 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ദാറ്റ് ഇസ് 4. 4 ഇൻറ്റു 0.02 ഇസ് അഗെയിൻ 0.08. നേരിട്ടുള്ള അപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. കോംപ്ലിക്കേറ്റഡ് അപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഈ ഫോർമുലകൾ പഠിക്കുന്നു, ഈ പറഞ്ഞ രീതിയിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ ആൻസർ ആകും. കുറേയധികം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ചെറിയൊരു ടോപ്പിക്കാണ്. മാത്രമല്ല ലെങ്തി പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാനും സാധിക്കില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ കാര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഹിന്റ് തരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഐഡിയ നിങ്ങൾക്ക് ഒരു ലെക്ചർ തരുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ ബുക്കുകൾ നോക്കിയിട്ട് മറ്റ് ബുക്കുകളിൽ നിന്ന് ഇങ്ങനത്തെ പ്രോബ്ലംസ്, ഇനി റിലേറ്റീവ് ചേഞ്ചിൻ്റെയും പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെയൊക്കെ ധാരാളം പ്രോബ്ലംസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഷോർട്ട് ആൻസർ ആയിട്ടാണ് അത് അധികം ചോദിക്കുന്നത്. സോ വിൽ സ്റ്റോപ്പ് ഹിയർ ഫോർ ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ എടുക്കുന്നത് എക്സ്ട്രീം വാല്യൂസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എക്സ്ട്രീം വാല്യൂസ്. മാക്സിമം മിനിമം ഓഫ് ഫംഗ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിൾ ആണ്. സോ ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.